ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു താർ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. ലേലം നടക്കുകയാണ്. അമൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ താറ് ലേലത്തിൽ പിടിക്കാൻ പറ്റുന്നത്. 15 ലക്ഷം രൂപ. വേറെ ആരും വന്നില്ല, അതാണ് സത്യം. അധികം പഴയ കഥയല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്രേക്ഷകർ. അന്ന് ഇത് വലിയ വിവാദമാവുകയും ഒരു ഹിന്ദു സംഘടന കേസിന് പോവുകയും ചെയ്തു. അവസാനം ഈ അമൽ മുഹമ്മദ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി. പുനർലേലം നടത്തി. അവസാനം ഒരു ഹിന്ദു തന്നെ ഈ താർ ലേലത്തിൽ പിടിച്ചു. അപ്പോഴാണ് പലരുടെയും മനസ്സൊന്നടങ്ങിയത്. ഇതും കേരളമാണ്. ഈ കേരളത്തിനകത്ത് നമ്മൾ ഇത്തരം ചില ബിംബങ്ങളെ വെച്ച് നമ്മൾ പഴയ കേരളമാണെന്ന് സമാധാനിക്കപ്പെടുകയാണോ, ആശ്വസിക്കുകയാണോ? ഇപ്പം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അയാളുടെ ഇതും അറിയപ്പെടുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കാന്തപുരത്തിൻ്റെ ഹൂതി ബന്ധം ദുരൂഹം, അന്വേഷിക്കണം. ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞു. അതായത് ഹൂതികൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്. അപ്പോൾ ഈ കാന്തപുരം ഉസ്താദിന് എങ്ങനെയാണ് ഹൂതികളുമായി ബന്ധം? അത് അന്വേഷിക്കണം. ന്യായമായ ചോദ്യം. പക്ഷേ നോക്കൂ, ഏത് ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ ഇടപെട്ട ഒരു വിഷയത്തിൽ ചിലപ്പോൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റും എന്ന ഒരു ശ്രമത്തിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഇതാണ് ചെയ്യാൻ തോന്നുന്നത്. ന്യായമായ ഒരു കാര്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചിന്ത എത്ര വികലമായിട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ.